ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഒരു ക്രോഷ്യറ്റ് മാജിക് സർക്കിൾ ഉണ്ടാക്കുന്നതാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ കൈ ഒരു പോയിൻറ്റിങ് പൊസിഷനിൽ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ പോയിൻറ്റിങ് ഫിംഗറിൽ ഒരു എക്സ് മാർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഹുക്ക് എടുത്തിട്ട് റൈറ്റ് ടോപ്പിലുള്ള യാണിൻ്റെ അകത്തിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ടോപ്പിലുള്ള യാൺ റൈറ്റ് ടോപ്പിലുള്ള യാണിൻ്റെ താഴെ കൂടെ പുള്ള് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹുക്ക് നമ്മുടെ തം ഫിംഗർ വെച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള യാൺ ഈ ഹുക്കിൻ്റെ ചുറ്റൊന്ന് മറ്റെന്താ പറയുക മറന്നു ചുറ്റിയിട്ട് ഫ്രീ ആയിട്ട് വിടാം. ഇപ്പോൾ നമ്മളിൽ 2 ലൂപ്പുണ്ട്. സോ മേലത്തെ ലൂപ്പ് താഴത്തെ ലൂപ്പിൻ്റെ അകത്ത് കൂടെ താഴോട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ടാവും. എന്തെന്ന് പറയുന്നത് എനിക്കറിയില്ല അതിനെ. ഇനി നമ്മുടെ ക്രോഷ്യറ്റ് പൊസിഷനിൽ നമ്മൾ ഈ പ്രൊജക്റ്റ് പിടിച്ചിട്ട് നമ്മുടെ ഹുക്ക് ഈ സർക്കിളിൻ്റെ അകത്തിൽ കൂടെ ഇട്ടിട്ട് പുറത്തുള്ള യാൺ അകത്തിൽ കൂടെ തന്നെ എടുക്കുക. അപ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. പുറത്തുള്ള യാൺ ഈ 2 ലൂപ്പിൻ്റെ അകത്തിൽ കൂടെ എടുക്കുക. ഇതിനെയാണ് ഒരു സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ 6 സിംഗിൾ ക്രോഷ്യ നമ്മൾ ഈ ഒരു സർക്കിളിനകത്ത് ചെയ്യണം. 6 തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു മാജിക് സർക്കിൾ എന്ന് പറയുമ്പോൾ സാധാരണ ബിഗിനേഴ്സ് എല്ലാവരും 6 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. 6 ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. സോ പിന്നെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും അത് നമ്മൾ കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്തില്ലെങ്കിൽ അത് തെറ്റിപ്പോവും. എനിക്ക് പല പ്രാവശ്യം പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾക്കാരും പറ്റാണ്ടിരിക്കാനാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, എനിവേ, സോ ഇവിടെ ഞാൻ 6 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ടെയിലുണ്ട്. ഈ ഒരു ഇതിൽ ചെറിയ യാൺ പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അതാണ് ടെയിൽ. സോ അതൊന്ന് പുള്ള് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സർക്കിൾ സംഭവം ചെറുതാവും, ചുരുങ്ങും, ഒരു ഫ്ലവർ മാതിരി ഉണ്ടാവും. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. എനിവേ, ഞാൻ ടെയിൽ നമ്മൾ ആ ബാക്കിലോട്ട് ഇങ്ങനെ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നവർ ബാക്കിലോട്ട് പ്ലേസ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എണ്ണി നോക്കണം 6 ഉണ്ടോ എന്ന്. എന്നിട്ട് ആ ആറാമത്തെ സ്റ്റിച്ചിൻ്റെ അകത്തോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന മാതിരി തന്നെ എടുക്കുക. നമ്മൾ യാൺ പുറത്തുനിന്ന് അകത്ത് കൂടെ തന്നെ എടുക്കുക. സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഫസ്റ്റ് ലൂപ്പ് സെക്കൻഡ് ലൂപ്പിൻ്റെ അകത്ത് കൂടെ എടുക്കുക. സോ ഇത്രയേ ഉള്ളൂ.